ഹലോ, കുഞ്ഞുങ്ങളെല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയല്ലോ അല്ലേ? എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് പ്രേയറൊക്കെ ചൊല്ലിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? രാമ 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 ചൊല്ലിയിട്ടുണ്ടാവുമല്ലോ. ഹേൽ മേരി ചൊല്ലിയിട്ടുണ്ടാവില്ലേ? ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ എല്ലാവരും പ്രേയർ കഴിഞ്ഞ് എത്തിയില്ലേ? ചായ കുടിച്ചിട്ടുണ്ടാവും. ഫ്രൂട്ട്സോ സ്നാക്സോ ഒക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഇന്ന് നോക്കൂ, ഇന്ന് നമ്മളുടെ അടുത്ത് വേറൊരു ബുക്കുണ്ട് കേട്ടോ. നല്ല രസമുള്ള ബുക്കാണേ. ഈ ബുക്കിൽ നോക്കൂ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് അറിയുമല്ലോ അല്ലേ? പഴങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളൊക്കെ ഇല്ലേ? ബനാന, ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് ഒക്കെ ഇല്ലേ? അതേപോലെ വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കൂലേ? എല്ലാ വെജിറ്റബിൾസും കഴിക്കില്ലേ? ക്യാരറ്റ്, കുക്കുംബർ ഒക്കെ കഴിക്കാറുണ്ടോ? കഴിക്കണ ഇഷ്ടമല്ലേ? കുറച്ച് പേർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? ക്യാരറ്റ് മിക്കവർക്കും ഇഷ്ടമുണ്ടാവും. പിന്നെ ബീട്രൂട്ട്, ബീട്രൂട്ടും ഇഷ്ടമുണ്ടാവും അല്ലേ? കളറുണ്ടാവും നമ്മുടെ കയ്യിലും. നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട മാതിരിയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ബീട്രൂട്ടും അധികം കുട്ടികൾക്കും ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് പറയുന്നത് ഈ ബുക്സിൽ കേട്ടോ. ഇവിടെ നോക്കൂ, കാണുന്നില്ലേ? വെജിറ്റബിൾസിനെയൊക്കെ പിക്ചർ കാണുന്നുണ്ടോ? ഡബിൾ മാജിക്, ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മൾക്ക് നോക്കാം. നല്ല രസമാണ് ഈ ബുക്ക് കേട്ടോ. ഇത് ഫുള്ള് അല്ലേ? എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിരിക്കുകയാണല്ലേ എക്സാമൊക്കെ കഴിഞ്ഞ്. പിന്നെ നമ്മൾക്ക് നോക്കാം ഈ ഡബിൾ മാജിക്കിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഡബിൾ മാജിക് പറയണല്ലേ. നമുക്ക് നോക്കി നോക്കാവേ. ഇതാ നോക്കൂ, ഫസ്റ്റ് പേജിൽ ഒരു കുഞ്ഞു ബോയ് അല്ലേ? ആ ബോയ് എന്താ ചെയ്യുന്നതെന്നറിയോ? ആ ബോയ് ഇങ്ങനെ ബലൂൺ കളിക്കുകയായിരുന്നു അല്ലേ? നമ്മളൊക്കെ ബലൂൺ കളിക്കൂലേ? ബലൂൺ ഇങ്ങനെ നൂലൊക്കെ കെട്ടിയ ബലൂൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബലൂണും കൊണ്ട് കുറേ ഓടും, കുറേ എറിഞ്ഞ് കളിക്കും അല്ലേ? അങ്ങനെ കളിച്ച് മോൻ്റെ കയ്യിൽ നിന്ന് ഈ ബലൂൺ അങ്ങോട്ട് നൂല് വിട്ടുപോയി. അപ്പോഴേക്കും ആ ബലൂൺ പറന്ന് പോവാണ്. പറന്ന് പോയിട്ട് എങ്ങോട്ടാണ് പോണത്? അതാ ആ മരച്ചില്ലയിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ. ആ മരച്ചില്ലയിലേക്ക് എത്തിപ്പെട്ടേ. എന്നിട്ട് എന്താണെന്നറിയോ? ആ മോൻ അവിടെ ആ മരത്തിന് ചോട്ടിൽ പോയിട്ട് നോക്കുകയാണേ. നോക്കുമ്പോൾ കണ്ണടച്ചോളൂ എല്ലാവരും, കണ്ണടച്ചോ. 1 2 3 കണ്ണ് തുറന്നോളൂ. അതാ മാജിക്. അതൊരു ആപ്പിൾ ട്രീ ആയി. ആ കുഞ്ഞ് അതിന് മുന്നിലെത്തി നോക്കുമ്പോൾ, അതിന് ചോട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ ആ ട്രീ ഫുൾ ആപ്പിൾസ്. കണ്ടോ എത്ര ആപ്പിൾസ് ആണെന്ന് നോക്കൂ. എന്നിട്ട് എന്താ ആ ആപ്പിൾ പറയുന്നതെന്നറിയോ? അതിലൊരു ആപ്പിൾ, താഴത്ത് നിൽക്കുന്ന ആപ്പിൾ ആ മോനോട് പറയുകയാണേ, ഈറ്റ് മീ എവറി ഡേ ടു കീപ് യുവർ സെൽഫ് ഹെൽത്തി. ഈറ്റ് മീ. ഈറ്റ് പറഞ്ഞാൽ കഴിക്കൂലേ? ഈറ്റ് മീ, കഴിച്ചോളൂ എന്നെ. എവറി ഡേ എല്ലാ ദിവസവും എന്നെ കഴിക്കൂ. അങ്ങനെ കഴിക്കുകയാണെങ്കിലേ ടു കീപ് യുവർ സെൽഫ് ഹെൽത്തി, എനിക്ക് നിന്നെ നല്ല ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് വെക്കാൻ സാധിക്കും, അസുഖങ്ങളൊന്നും വരാതെ അല്ലേ? കൊള്ളാല്ലേ ആ ആപ്പിൾ പറയുന്നത്. ആ കുഞ്ഞിന് ആപ്പിൾ ഇഷ്ടമാണ്. അപ്പം കുഞ്ഞ് ഡെയിലി ആപ്പിൾസ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നോക്കൂ, ഇപ്പഴേ ആരൊക്കെയാണുള്ളത് നോക്കൂ. ഇവിടെ അതാ, ഇതെന്താണ്? തെങ്ങാണോ? അല്ലല്ലോ,
പിന്നെയോ അതെ അതെ, വാഴകളല്ലേ, വാഴകളാണേ. നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് ഇവിടെ എന്താ എഴുതിയേക്കുന്നതെന്നറിയോ? ഐ ആം സ്വീറ്റ്. സ്വീറ്റ് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ, നല്ല മധുരം ഉണ്ടല്ലേ, സ്വീറ്റ്. ആൻഡ് സോഫ്റ്റ്. സോഫ്റ്റ് പറഞ്ഞാലോ, പഞ്ഞി പോലെ നനുനനുത്ത സോഫ്റ്റാണല്ലേ, നല്ല പതുപതുത്ത സോഫ്റ്റാണ്. പീപ്പിൾ ആരാണ്? മനുഷ്യരല്ലേ. എന്താ ചെയ്യുന്നതെന്നറിയോ? പീൽ മീ ഓഫ്. നമ്മളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, തോലിങ്ങനെ ഒഴിവാക്കുന്ന. പീൽ മീ ഓഫ്, തോലിങ്ങനെ ഒഴിവാക്കും. എന്തിനാണ് ഒഴിവാക്കിയിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? 1 2 എല്ലാവരും കണ്ണടച്ചു, മാജിക്. 1 2 3. കണ്ണ് തുറന്നോളൂ. നോക്കൂ, ആ വാഴയിൽ നോക്കൂ, ഒരു കൊല പഴം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം നോക്കുമ്പോൾ പഴം ഉണ്ടായിരുന്നില്ല അല്ലേ, ഇപ്പം നോക്കുമ്പോൾ അതാ ഒരു കൊല പഴമുണ്ട്. എന്നിട്ട് ആരാണ് അവിടെ ചോട്ടിൽ കിടന്ന് പഴം തിന്നുന്നത്? ആ മാങ്കി ആ ബനാന തിന്നുന്നു. നോക്കൂ, പീൽ ചെയ്ത് തിന്നുന്നു. കൊള്ളാല്ലേ, ഡബിൾ മാജിക്. ഈ പ്ലാന്റെയിൻ നമ്മൾ പ്ലാന്റെയിൻ ലീഫ് നോക്കൂ, ഫുൾ ഓഫ് പ്ലാന്റെയിൻ ലീവ്സ് അല്ലേ. ഈ വാഴ ഇലകൾ കണ്ടോ അല്ലേ, അപ്പോഴും പഴം അതിലില്ല. അത് കഴിഞ്ഞു നമ്മളൊരു വാഴ കണ്ടു, വേറെയും വാഴകളുണ്ട്, പക്ഷെ പഴമില്ല. അത് കഴിഞ്ഞപ്പോഴോ അതാ ഒരു കൊല പഴമുണ്ട്, പഴം കഴിക്കുന്ന മങ്കിയുണ്ട്, ബനാന കഴിക്കുന്ന മങ്കിയുണ്ട്. ഓ മാജിക്. ഇഷ്ടായോ? ഇനി നോക്കൂ, നമ്മൾക്ക് ഇവിടെ ആരാണുള്ളത്? ഒരു ഗേൾ ചൈൽഡ് ഉണ്ടല്ലേ, ഒരു ഗേൾ ചൈൽഡ് നിൽക്കുകയാണ്. പിന്നെ അതാ ഇവിടെ ആരാണ്? ഒരു ആൻറ്റി നിൽക്കുന്നുണ്ടല്ലേ. ഗേൾ ചൈൽഡിന് എന്താ ചെയ്ത് കൊടുക്കുന്നത്? മിക്സറിൽ എന്തോ തയ്യാറാക്കുന്നുണ്ടല്ലേ. എന്താന്ന് നമ്മൾക്ക് എന്നിട്ട് എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കൂ. ഐ ആം സ്വീറ്റ് ആൻഡ് സോർ, യു ഡ്രിങ്ക് മൈ ജ്യൂസ്. എങ്ങനെയുള്ളതാണെന്നാ പറയണത്? ആരോ പറയുകയാണല്ലേ, അത് ആരാന്ന് നമ്മൾക്ക് കണ്ടെത്തണം. ഐ ആം സ്വീറ്റ്, നല്ല മധുരമുണ്ട്. മധുരം മാത്രമല്ല, ആൻഡ് സോർ പറഞ്ഞാലോ പുളിപ്പ് അല്ലേ. യു ഡ്രിങ്ക് മൈ ജ്യൂസ്, നിങ്ങൾ എന്നെ ജ്യൂസാക്കി കുടിക്കാറുണ്ട്. ഞാൻ സ്വീറ്റാണ്, എനിക്ക് മധുരമുണ്ട്, പക്ഷേ പുളിപ്പുമുണ്ട്. പക്ഷേ പുളിപ്പുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കാറില്ല. നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ജ്യൂസാക്കി കുടിക്കാറുണ്ട്. ഇനി എല്ലാവരും ഒന്ന് കണ്ണടിച്ചോ. 1 2 മാജിക് വരുന്നുണ്ട്. 1 2 3. ആരാണ് അവിടെ ഒളിച്ചിരുന്നത്? ആരാണ് സ്വീറ്റാണ് സോറാണ് എന്ന് പറഞ്ഞത്? ഞാൻ മധുരമുണ്ട്, എനിക്ക് പുളിപ്പുമുണ്ട്, മധുരമുണ്ട്. നിങ്ങളെന്നെ ജ്യൂസാക്കി കുടിക്കാറുണ്ട്. നിങ്ങളെന്നെ ഒഴിവാക്കുന്നില്ല. പുളിപ്പുണ്ടെന്ന് പറഞ്ഞ് കളയുന്നില്ല, ജ്യൂസാക്കി കുടിക്കാറുണ്ടെന്ന് പറഞ്ഞ് ആരാണ് ഒളിച്ചിരുന്നത്? ഓറഞ്ച്. ഓറഞ്ച്. കൊള്ളാല്ലേ, ഇഷ്ടമായോ? ഇനി നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവരോടും വിശേഷം പറയാനുണ്ടാവില്ലേ അല്ലേ? കളിക്കാൻ പോയ വിശേഷവും എക്സാം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ വിശേഷവും ഒക്കെ പറയാനുണ്ടാവില്ലേ? അപ്പം ഇന്ന് ഇത്രയും കഴിഞ്ഞ് ഇനി നമ്മൾക്ക് നാളെ പറയാം കേട്ടോ. ഇനി വീട്ടിലെല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ.